ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയറും അതിൻ്റെ ബെനിഫിറ്റ്സും ആണ്. ഓരോ ഏജിലും ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ 30+ ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്, ഹെൽത്ത് കെയർ എങ്ങനെയാണ് നോക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഒരുപാട് ആളുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പക്ഷേ നമ്മളിതിനകത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് അഡീഷണൽ സ്റ്റെപ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക്കായിട്ട് നമ്മൾ സ്കിൻ കെയറിൽ കുറച്ച് സ്റ്റെപ്സ് ചെയ്യാറുണ്ട് അല്ലേ. ഫസ്റ്റ് എന്താണ് ചെയ്യാറ്? ഫസ്റ്റ് നമ്മൾ സ്കിന്ന് ക്ലെൻസ് ചെയ്യും. ഓൺ എ ഡെയിലി ബേസിസ് ട്വൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മുടെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കിന്ന് ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ക്ലെൻസർ. ഇത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ. ചിലർ പറയുന്നേക്കാം മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസർ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. കാരണം ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഇയറിൽ കൂടുതലായി. എൻ്റെ സ്കിന്നിന് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കുറേ ക്ലെൻസർ എടുത്തിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്താൽ നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും പോകും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ ക്ലെൻസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു പീ സൈസ് മാത്രം എടുക്കുക. പീ സൈസ് മാത്രം എടുത്ത് കുറച്ച് വാട്ടർ അതിൽ മിക്സ് ചെയ്ത് നന്നായി ക്ലെൻസ് ചെയ്യുക. ഫേസിലുള്ള എല്ലാ അഴുക്കും അത്രയും ക്ലെൻസർ മതി നമുക്ക്. ഫേസിലുള്ള എല്ലാ അഴുക്കും പോകും. എല്ലാവരും ചെയ്യുന്ന റൂട്ടീൻ എങ്ങനെയാണ്? ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, പിന്നെ നമ്മൾ എന്തെങ്കിലും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ സ്റ്റെപ്പ് അങ്ങനെയല്ല. ഞാൻ ഡയറക്റ്റ്ലി മോയ്സ്ചറൈസറിലേക്കല്ല പോവാറ്. അതിനു മുമ്പ് ഒരു സെറം യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് സെറമാണ്. ഇത് ഭയങ്കര ബെനിഫിഷ്യലാണ്. നയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ് കൺട്രോൾ ചെയ്യാനും സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കാനും നല്ല ഗ്ലോയിങ് ഉണ്ടാവാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ നയാസിനമൈഡ്. ഇതിൻ്റെ സിറമാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യുന്നത്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. ഏതൊരു ബ്രാൻഡിൻ്റെ ആയാലും ഒരു നയാസിനമൈഡ് സിറം ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഇത് മൾട്ടി പർപ്പസിനുള്ള ഒരു സിറമാണ്. ഇതിലൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് ഡയറക്റ്റ്ലി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു അഡീഷണൽ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി കാലം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് പോസ് ഒന്നും അധികം വരാതെ നമ്മുടെ സ്കിന്നിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു. ഇനി അടുത്തത് മോയ്സ്ചറൈസറാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 മോയ്സ്ചറൈസർ ഉണ്ട്. ഒന്ന് സെറ്റഫിലിൻ്റെയും ഒന്ന് പ്ലമ്മിൻ്റെയും. ഞാനിത് മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നൈറ്റ് ഇത് യൂസ് ചെയ്യും, ചിലപ്പോൾ അത് മോർണിംഗ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നൈറ്റ് യൂസ് ചെയ്യും, ഇത് മോർണിംഗ് യൂസ് ചെയ്യും. അങ്ങനെ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. രണ്ടും നല്ല പ്രോഡക്റ്റ്സ് ആണ്. ഇത് സെയിം റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ആണ്. ഇത് ബ്രൈറ്റനിങ് ഡേ പ്രൊട്ടക്ഷൻ ക്രീം 15. ഇതിന് SPF കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ സെറ്റഫില്ല സെറത്തിൽ, സെറ്റഫില്ല മോയ്സ്ചറൈസറിൽ. ഇത് രണ്ടും ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. രണ്ടും നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പിന്നെ ഇതാണ് ഞാൻ ചെയ്യാറുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതെന്തായാലും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സെറം അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്കത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ വേണം. മോയ്സ്ചർ ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സെറം നമ്മുടെ സ്കിന്നിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണോ, അതെന്തിനു വേണ്ടിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ തലേ ദിവസം യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിനെയും, അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ചെയ്തിട്ടുള്ള എല്ലാ സ്കിൻ കേസിനെയും നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും വേണം. അതാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. സൺസ്ക്രീൻ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. അത് ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സാണ്. അതിൽ ഞാൻ എന്തായാലും പറയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ സൺസ്ക്രീൻസ് ആണ്. പ്ലസ് മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡിപ്പെൻസ്, മാറി മാറി യൂസ് ചെയ്യും. ഇതിൽ ഏതാണോ യൂസ് ചെയ്യാൻ തോന്നുന്നത് അത് യൂസ് ചെയ്യും. ഞാനിതിനൊരു കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലമ്മിൻ്റെ. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഒക്കേഷനിലാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മാറ്റ് ഫിനിഷാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം.
കുറച്ചും കൂടി നല്ലതായിരിക്കും അത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലിയൊക്കെ വീട്ടിലിരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോവാണ്, ജസ്റ്റ് പുറത്തിറങ്ങുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. രണ്ടും SPF 50 PA++++ ആണ്. സോ 4 പ്ലസസ് ഉണ്ട്. അപ്പോൾ അത്രയും ബെനിഫിഷ്യലാണ്. സോ അതുകൊണ്ട് ഇത് രണ്ട് യൂസ് ചെയ്താലും പ്രശ്നമില്ല. ഇത് നമുക്കിത് ഒക്കേഷന് മാത്രമേ യൂസ് ചെയ്യാവുന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതല്ലാതെ യൂസ് ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അതിന് ബെനിഫിഷ്യൽ ഉണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെയാണ്. സോ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ഇതുപോലെ ഞാൻ മാറി മാറി യൂസ് ചെയ്യും. ഇന്ന സൺസ്ക്രീൻ തന്നെ ഞാൻ യൂസ് ചെയ്യും, അങ്ങനെയല്ല. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്സ് നമ്മൾ കണ്ടത്. ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഹെൽത്തിൽ കൺസേൺ ആവേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ് തന്നെയാണ്. ധാരാളം വെള്ളം കുടിക്കുക. അതൊരു കുപ്പിയിൽ നമ്മളൊരു ബോട്ടിൽ കരുതി കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടി അഡീഷണൽ ബെനിഫിറ്റാണ്. സോ അത് നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാമല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. സോ അത് നന്നായി ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ് നന്നായി എടുക്കുക, വെജിറ്റബിൾസ് നന്നായി കഴിക്കുക. സോ ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. സോ രണ്ടും വേണം. പുറത്തും നമ്മൾ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ അകത്തും ചെയ്യണം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവും. നല്ലൊരു യൂത്ത് ലുക്ക്, നിങ്ങൾക്കൊരു യങ് ആയിട്ട് കുറേ നാൾ നമുക്കത് പിടിച്ചു നിർത്താൻ ഒരിക്കലും പറ്റില്ലല്ലോ നമ്മുടെ ഏജിന്. സോ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ. നമ്മുടെ ഒരു ഏജ് ലിമിറ്റിന് നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇത്രയും ഏജ് ആയി എന്നുള്ളത് നമുക്ക് തോന്നാതെ ഇരിക്കട്ടെ. അങ്ങനെ തോന്നാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ ഹെൽത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും കറക്റ്റായി വരും. നമ്മുടെ ഐബ്രോസിൻ്റെ കാര്യങ്ങളാണെങ്കിലും, നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും, നമ്മുടെ ഐലാഷസിൻ്റെ കാര്യങ്ങളാണെങ്കിലും. സോ ഇതൊക്കെ ഇങ്ങനെ ഡിപ്പെൻഡഡ് ആണ്, ഒന്നിനെ കണക്ട് ചെയ്തിരിക്കും, ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കും. സോ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കിന്ന്, നല്ലൊരു ബോഡി, നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.